നമസ്കാരം. ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ പ്രവർത്തനത്തിന് കൊല്ലപ്പെട്ട ജോയിയാണ് ഇപ്പോൾ കേരളത്തിലെ വാർത്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്, വിവാദമായി കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നത്. ജോയി മരണപ്പെട്ടതിന് ശേഷം ജോയിയുടെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെയും എത്തിയില്ല എന്നുള്ളതും ഇടതുപക്ഷത്തിലെ ആളുകളടക്കമുള്ള ജനം ചൂണ്ടിക്കാണിക്കുന്ന വസ്തുത തന്നെയാണ്. എന്നാൽ ഈ വിഷയം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ തന്നെയാണ് മുൻ മന്ത്രിയും ഇടതുപക്ഷത്തിന്റെ സമുന്നത നേതാവുമായ തോമസ് ഐസക് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വലിയൊരു ഗുണ്ട് പൊട്ടിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആമയിഴഞ്ചാൻ തോട്ടിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സർക്കാരിന് സാധിക്കാതെ പോയത് എന്ന് തന്നെയാണ് തോമസ് ഐസക് എടുത്തു ചോദിക്കുന്നത്. 25 കോടി രൂപ കേന്ദ്രവിഹിതമായി ഇതിനു വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ 25 കോടി രൂപ എങ്ങോട്ട് പോയി? തിരുവനന്തപുരം കോർപ്പറേഷൻ ഇതിന് കൃത്യമായ മറുപടി നൽകണം എന്ന് തന്നെയാണ് തോമസ് ഐസക് പറയുന്നത്. മുമ്പും മുഖ്യമന്ത്രി പിണറായി വിജയനെ വിവാദത്തിലാക്കുന്ന നിരവധി പ്രസ്താവനകൾ തോമസ് ഐസക് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കൂനിന്മേൽ കുരു എന്ന പോലെ തന്നെയാണ് തോമസ് ഐസക്കിന്റെ ഈ വിവാദ പ്രസ്താവന മുഖ്യമന്ത്രിയിൽ ചെന്ന് നിൽക്കുന്നത്. ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ പ്രവർത്തനത്തിന് ഇറങ്ങിയ ജോയി അതിദാരുണമായി കൊല്ലപ്പെട്ട് 2 ദിവസം കഴിഞ്ഞാണ് അദ്ദേഹത്തിന്റെ മൃതശരീരം കിട്ടുന്നത്. ഇതിൽ സർക്കാരിന് കൃത്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നും വിവാദങ്ങൾ ഉയരുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വക്താവായ തോമസ് ഐസക്കിൽ നിന്ന് മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ ഒരു വലിയ ഏറുപടക്കം വന്നു പതിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കാലാകാലങ്ങളിൽ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ അവിടെ നടന്നിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഇത്തരം ഒരു വിഷയം അവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് തോമസ് ഐസക് എടുത്തു പറയുന്നത്. ഈ കനാൽ വൃത്തിയാക്കുന്നതിനെ കുറിച്ചും ചില പദ്ധതികൾ തോമസ് ഐസക് തന്റെ FB പേജിലൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ഓരോ വാർഡും കേന്ദ്രീകരിച്ച് ഏതാണ്ട് 126 കിലോമീറ്റർ നീളുന്ന ഈ ആമയിഴഞ്ചാൻ തോട് കൃത്യമായി വിപുലീകരിച്ച് അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് ശുചീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഓരോ വാർഡ് കേന്ദ്രീകരിച്ചും ഓരോ കനാൽ കമ്മിറ്റികൾ രൂപീകരിക്കുവാൻ തന്നെയാണ് തോമസ് ഐസക് നിർദ്ദേശിക്കുന്നത്. ഓരോ കുടുംബശ്രീ യൂണിറ്റുകളെയും ഇതിന്റെ ചുമതല ഏർപ്പെടുത്തി കൃത്യമായ രീതിയിൽ ഒരു കുടുംബശ്രീയുടെ പരിധി മുതൽ അടുത്ത കുടുംബശ്രീയുടെ പരിധി വരെയുള്ള തോട്ടിൽ ഒരു കാരണവശാലും ആരും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ശുചീകരണം നടത്തിയ തോട്ടിൽ വീണ്ടും ആരും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും അതാത് കനാൽ കമ്മിറ്റികളുടെ ജോലിയാണ്. അവർ അത്തരത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും മാലിന്യമില്ലാതെ ഈ തോട് സംരക്ഷിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് തോമസ് ഐസക് മുന്നോട്ട് വയ്ക്കുന്ന ചില പദ്ധതികൾ. ഒരു കാരണവശാലും തോട്ടിലേക്ക് മലിനജലം ഒഴുക്കുന്നില്ല എന്നുള്ളത് ആളുകൾ ഉറപ്പുവരുത്തണം. ശുചീകരിച്ച വെള്ളം മാത്രമേ, അതായത് അഴുക്ക് വെള്ളം ശുചീകരിച്ചതിന് ശേഷം മാത്രമേ വെള്ളം കനാലിലേക്ക് ഒഴുക്കി വിടുന്നുള്ളൂ എന്നുള്ളത് ഉറപ്പുവരുത്താൻ ജനങ്ങൾക്ക് സാധിക്കണം. ഇതിന് കുടുംബശ്രീ യൂണിറ്റുകളെ ഉപയോഗപ്രദമാക്കണം എന്ന് തന്നെയാണ് തോമസ് ഐസക് എടുത്തു പറയുന്നത്. ഒരു കാരണവശാലും കക്കൂസ് മാലിന്യങ്ങൾ തോട്ടിലേക്ക് തുറന്നു വയ്ക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകം ബൂത്ത് തല കമ്മിറ്റികളെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അത്തരം ശുചീകരണ പ്രവർത്തനങ്ങളാണ് ആദ്യം നടത്തേണ്ടത്. കൃത്യമായ ബോധവൽക്കരണ പരിപാടികളിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് തോമസ് ഐസക് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്യാതിരുന്നത്? അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനും കോർപ്പറേഷന്റെ മേയറായ ആര്യ രാജേന്ദ്രനും ഇത്തരം പരിപാടികൾ എന്തുകൊണ്ട് ആവിഷ്കരിച്ച് നടപ്പാക്കിയില്ല എന്നുള്ള കൃത്യമായ ഒരു അടി തന്നെയാണ് തോമസ് ഐസക് ഇതിലൂടെ നടത്തിയിരിക്കുന്നത്. റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ കൃത്യമായ അനാസ്ഥയുണ്ടായിട്ടുണ്ട് എന്നുകൂടി തോമസ് ഐസക് എടുത്തു പറയുമ്പോൾ ഇക്കാര്യത്തിൽ എല്ലാവരും കൂടി ചേർന്ന് സമഗ്രമായ ഒരു പദ്ധതി തയ്യാറാക്കിയാൽ മാത്രമേ ഈ തോട് ഇങ്ങനെ ദുർഗന്ധപൂരിതമായി മാലിന്യങ്ങൾ കൊണ്ട് കുമിഞ്ഞുകൂടാതിരിക്കുകയുള്ളൂ എന്നാണ് തോമസ് ഐസക് പറഞ്ഞു വരുന്നത്. ഒരു കാരണവശാലും തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കുവാൻ ആരെയും അനുവദിക്കാൻ പാടില്ല. അത് കക്കൂസ് മാലിന്യങ്ങളാവട്ടെ, അറവ് മാലിന്യങ്ങളാവട്ടെ, ആശുപത്രി മാലിന്യങ്ങളാവട്ടെ, ഏത് തരത്തിലുള്ള മാലിന്യങ്ങളും ആറിലേക്ക് ഒഴുക്കുന്ന ആളുകളെ, തോട്ടിലേക്ക് ഒഴുക്കുന്ന ആളുകളെ കൈയോടുകൂടി പിടികൂടി കൃത്യമായ ശിക്ഷാ നടപടികൾ വിധിക്കണം എന്ന് തന്നെയാണ് തോമസ് ഐസക് പറയുന്നത്. മാത്രമല്ല, തോട് കയ്യേറി ആരെങ്കിലുമൊക്കെ കൈയടക്കി വച്ചിട്ടുണ്ട്, വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒഴിപ്പിച്ചെടുത്ത് ശുചിയാക്കിക്കൊണ്ട് തന്നെ തോടിന്റെ പൂർവ്വസ്ഥിതി വീണ്ടെടുക്കണം എന്നുകൂടി തോമസ് ഐസക് പറയുമ്പോൾ അത് പിണറായി വിജയന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരം തന്നെയായി മാറുന്നു. തോട് ശുചീകരിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ ഒരു കമ്മിറ്റി വിളിച്ചിരിക്കുന്ന അവസരത്തിലാണ് തോമസ് ഐസക്കിന്റെ ഇത്തരം ചില പരിഷ്കരണ പരിപാടികൾ അടങ്ങിയ FB കുറിപ്പ് പുറത്തു വരുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് രൂപം കൊടുത്ത ഈ തോട് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഓപ്പറേഷൻ അനന്ത എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു. അത് കാലാനുസൃതമായി പരിഷ്കരിച്ച് ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തോട് കൃത്യമായി തന്നെ ശുചീകരിച്ച് നല്ല രീതിയിൽ അതിൻ്റെ ഒഴുക്ക് ക്രമീകരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ തോമസ് ഐസക് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഏതായാലും തോട് ശുചീകരിക്കുവാനും അതിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കുവാനും അല്ലെങ്കിൽ പൂർവാധികം ഭംഗിയോടുകൂടി വൃത്തിയാക്കാനും സാധിക്കും എന്നുള്ളതിന് വിദേശങ്ങളിലേക്കോ അല്ലെങ്കിൽ വെനീസിലെ കനാലുകളിലേക്കോ ഒന്നും പോകേണ്ടതിൻ്റെ കാര്യമില്ല. തിരുവനന്തപുരം കിള്ളിയാറ് എങ്ങനെയാണ് ശുചീകരിച്ചത് എന്നുള്ളത് നോക്കി കണ്ട് പഠിച്ചാൽ മാത്രം മതി എന്ന് തോമസ് ഐസക് എടുത്തു പറയുമ്പോൾ ഇവിടെ
തിരുവനന്തപുരം കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ തികഞ്ഞ അനാസ്ഥ കാട്ടിയതാണ് എന്നുള്ളത് തോമസ് ഐസക് മറയ്ക്കാതെ പറഞ്ഞു വയ്ക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രൻ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം, അതായത് ജോയി ഈ കനാലിൽ വീണ് മരിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം റെയിൽവേയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോൾ ഒരു കാരണവശാലും അത് സാധ്യമല്ല. റെയിൽവേക്ക് കൃത്യമായ പങ്കുണ്ട്. എന്നാൽ നഗരസഭ ചെയ്യേണ്ടതായ കാര്യങ്ങൾ, സർക്കാർ ചെയ്യേണ്ടതായ കാര്യങ്ങൾ, മഴക്കാല പൂർവ്വ ശുചീകരണം അടക്കമുള്ള കാര്യങ്ങൾ തോട്ടിൽ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ, വർഷങ്ങളായി തോടിന്റെ അവസ്ഥ ഇതാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു കാരണവശാലും തിരുവനന്തപുരം കോർപ്പറേഷനോ കോർപ്പറേഷന്റെ മേയറായ ആര്യ രാജേന്ദ്രനോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ കേരള സർക്കാരിനോ ഇതിൽ നിന്ന് തലയൂരി മാറി നിൽക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫലത്തിൽ തോമസ് ഐസക്കിന്റെ കുറിപ്പ് വന്ന് പതിച്ചിരിക്കുന്നത് പിണറായി വിജയന്റെ തലയിൽ തന്നെയാണ്, ആര്യ രാജേന്ദ്രന്റെ നെറുകിൽ തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത.